കൂട്ടുകാരെ, എല്ലാവർക്കും തൃഷാസ് കിസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. LP-UP-HS എന്ന ക്ലാസ്സിലെ വായനാദിന കിസ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആദ്യമായി എല്ലാവർക്കും വായനാദിനാശംസകൾ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്നു തുടങ്ങുന്ന കവിത എഴുതിയതാണ് ചെമ്മനം ചാക്കോ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതായാണ് അറിയപ്പെടുന്നത്? കോട്ടയമാണ് അക്ഷരനഗരം എന്നറിയപ്പെടുന്നത്. കൂട്ടുകാരെ, കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി ആരാണ് കൂട്ടുകാരെ? വള്ളത്തോൾ നാരായണമേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരൻ ആരായാണ് അറിയപ്പെടുന്നത്? SK പൊറ്റക്കാടാണ് സഞ്ചാര സാഹിത്യകാരനായി അറിയപ്പെടുന്നത്. ഇതുവരെ 6 മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. നമ്മുടെ കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്തുമാർ, മർത്യന്റെ പെറ്റമ്മ തൻ ഭാഷകൾ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണമേനോന്റെ വരികളാണ് ഇത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കുട്ടനാടിന്റെ കഥാകാരൻ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയാണ് കുട്ടനാടിന്റെ കഥാകാരൻ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെസി ഡാനിയേലാണ് മലയാള സിനിമയുടെ പിതാവ്. മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡ് ഏത്? ജെസി ഡാനിയേൽ പുരസ്കാരം. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതായാണ് അറിയപ്പെടുന്നത്? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ മലയാളത്തിലെ നോവൽ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? വില്യം ഷേക്സ്പിയറുടെ ജനന മരണ ദിവസം ഏപ്രിൽ 23 ആയതുകൊണ്ടാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ 23 നടക്കുന്നത്. കാക്കേ കാക്കേ കൂടവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ആരുടെ വരികളാണിത്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. കേരള സർക്കാർ ഉൾപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്ക്? ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? പ്രൊഫസർ SK വസന്തനാണ് ലഭിച്ചത്. മലയാള ഭാഷയുടെ പിതാവ് ആരായാണ് അറിയപ്പെടുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. സാഹിത്യ അക്കാദമിയുടെ ഇത് സാഹിത്യലോകം. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല ദിനം. ഇന്ത്യൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ
പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ എസ് ആർ രംഗനാഥൻ. അപ്പോൾ എല്ലാവരും ലൈക്ക്